ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മിനി ജി ടിയുടെ തന്നെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. മിനി ജി ടിയുടെ സ്കെയിൽ എത്രയെന്ന് വെച്ചാൽ 1:64 സ്കെയിലിലെ F1 കാർ തൊട്ട് വിൻറ്റേജ് കാർ വരെ നമ്മുടെ കയ്യിൽ പുതിയ കളക്ഷൻസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ മിനി ജി ടി നിങ്ങൾക്ക് അറിയാമല്ലോ, US ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പാക്കിങ്ങിലും എല്ലാത്തിലും ഉണ്ടാവും. അതിനനുസരിച്ച് തന്നെ എൻ്റെ പ്രൈസും കുറച്ച് ഡിഫറൻ്റ് ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മിനി ജി ടിയുടെ F1 കാറാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കയ്യിൽ മിനി ജി ടിയുടെ F1 കാർ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നമ്മുടെ F1 കാർ വരുന്നത്. ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാനാണെങ്കിൽ 2 പീസായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ സ്കേർട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അടിയിൽ സ്കേർട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്യാനാണെങ്കിൽ F1 കാറിൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ മിനി ജി ടിയുടെ മാത്രം കേട്ടോ, വേറെ ബ്രാൻഡ്സിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റി ഞാൻ എടുത്ത് പറയാനാണെങ്കിൽ, അപ്പോൾ നമ്മുടെ F1 കാർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡ് ബുളിൻ്റെ തന്നെ ഹോണ്ടയുടെ വണ്ടിയാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ വെക്കാണ്. ഇനി ബാക്കി ഇത്ര നമുക്ക് എല്ലാം പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് BMW M ഹൈബ്രിഡാണ്. അത് V8 എഞ്ചിനാണ്. V8 എഞ്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതിന് എന്തോരം ഫ്യൂവൽ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഫ്യൂവലൊന്നും അടിക്കണ്ട, വീട്ടിൽ കൊണ്ട് വെറുതെ വെച്ചാലും മതി, കുഴപ്പമില്ല. വേണമെങ്കിൽ ഓടിക്കാനും ഫ്യൂവലിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. പിന്നെ വിൻറ്റേജ് ഫാൻസ് ഒരുപാട് ആൾക്കാർ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. അവർക്ക് വേണ്ടി ഇതേ ലിങ്കൺ ക്യാപ്രി, അതും 1954 മോഡലാണിത്. ഇതിൻ്റെ ഡീറ്റെയിലിങ് നിങ്ങൾ നോക്കിക്കോ, അത്യാവശ്യം ഹെവിയാണ്. മിനി ജി ടിയുടെ കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളും നിങ്ങളിതിൻ്റെ ടയർ നോക്കി, ടയറൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഹെഡ് ലൈറ്റ്സൊക്കെ കാണാം. ടെയിൽ ലൈറ്റ്സിലും അതുപോലെ തന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം അടിപൊളിയാണ്. ഇതൊരു വയലറ്റ് കളറിൽ, പേർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയാനാണെങ്കിൽ ആസ്റ്റൺ മാർട്ടിൻ, ഇതൊക്കെ നിങ്ങൾ നല്ല സൂക്ഷിച്ച് സേഫായിട്ട് വെക്കണം. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പോർഷയുടെ തന്നെ വിൻറ്റേജ് കളക്ഷനിലുള്ള 901, പിന്നെ കാഡിലാക്ക് പറയണ്ടല്ലോ. നമ്മുടെ BMW പോലെ തന്നെ സെയിം വരുന്ന വണ്ടികളാണ്. അതൊക്കെ ആക്ച്വലി റാലി കാസാണ്. പിന്നെ ലംബോർഗിനിയുടെ കൗണ്ടാച്ച് അലോയ്സൊക്കെ കാണുമ്പോൾ തന്നെയുള്ള ബ്യൂട്ടിയിൽ ഒന്ന് വേറെ തന്നെയാണ്. ഇത് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. കളേഴ്സൊക്കെ നിങ്ങൾക്കറിയാലോ, ഒറിജിനൽ കാറിന് ഏത് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് ആ സെയിം പെയിൻറ്റിങ് തന്നെ ആയിരിക്കും ഈ കാസിന് ഉപയോഗിക്കുന്നത്. പിന്നെ ബെൻസിൻ്റെ തന്നെ EV, ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നമുണ്ട്. സ്വന്തമായിട്ട് ഈ ഫുൾ കാർ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലത്തെ സ്കെയിൽ മോഡൽ മേടിച്ച് വീട്ടിൽ വെക്കാം. ഇതിൻ്റെ നോക്കി മെയ്ഡ് ഇൻ ചൈനയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ബ്രാൻഡ് US ആണ്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ റാലി കാർ കാഡിലാക്കിൻ്റെ തന്നെ വേറെ കളർ, 2-3 കളർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഫാൻസ് ഹോണ്ട ഫാൻസിന് വേണ്ടിയുള്ള ഹോണ്ട സിവിക്, അത് ടൈപ്പ് 6 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ലേറ്റസ്റ്റ് എഡിഷനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പഴയ വണ്ടി ചോദിച്ച് വിളിക്കും. പഴയ വണ്ടി നമ്മുടെ ഈ തൽക്കാലം ഇല്ല, വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ലംബോർഗിനിയുടെ കൗണ്ടാജിൻ്റെ തന്നെ വെറുതെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക, കാരണം അതിൻ്റെ ഡീറ്റെയിലിങ് അതുപോലെയാണ്. പിന്നെ വേറൊരു ഇതാണ് നമ്മുടെ റാലി കാർ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് പറയാനാണെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. റെഡ് ബുളിൻ്റെ പ്രൈസ് വരുന്നത് 1699. നമ്മുടെ BMWയുടെ പ്രൈസും 1699 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1200. ആസ്റ്റൺ മാർട്ടിൻ്റെ പ്രൈസ് വരുന്നത് 1200. പോർഷയുടെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, 1200 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1600. കൗണ്ടാജിൻ്റെ പ്രൈസ് വരുന്നത് 1200. ബെൻസിൻ്റെ പ്രൈസ് വരുന്നത് 1200. കാഡിലാക്കിൻ്റെ പ്രൈസ് വരുന്നത് 1600. നമ്മുടെ സിവിക്കിൻ്റെ പ്രൈസ് വരുന്നത് 1400. കൗണ്ടാജും 1200. ഇതും 699. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രൈസിങ്ങിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ കിട്ടണമെങ്കിൽ വരേണ്ട സ്ഥലം അറിയാല ഫ്രിസ്ബീസ് കൊച്ചി. നമുക്ക് 3 സ്റ്റോഴ്സാണ് നിലവിൽ കൊച്ചിയിലുള്ളത്. സെൻട്രൽ സ്ക്വയർ മോൾ, ഒബ്രോൺ മോൾ, പിന്നെ നമുക്ക് പേട്ട തൃപ്പൂണിത്തറയിൽ മെട്രോ പില്ലർ നമ്പർ 965 ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ എല്ലാവരും വരിക, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി ഓൾവേസ് വെൽക്കം. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോഴ്സും നിങ്ങളെല്ലാവരും ജസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.